ഉം, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു കാട്ടിലൂടെ നടക്കുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്നൊരു കടുവയോ സിംഹമോ നിങ്ങളുടെ നേരെ ചാടി വന്നാൽ തലച്ചോറില് എന്ത് സംഭവിക്കും? ഭയങ്കരമായൊരു പാനിക് ആയിരിക്കുമല്ലോ, അല്ലേ? തീർച്ചയായും. ജീവൻ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഓടാനുള്ളൊരു തയ്യാറെടുപ്പായിരിക്കും പിന്നെ അവിടെ നടക്കുന്നത്. അതെ. എന്നാൽ നിങ്ങൾ ജീവന് തുല്യം വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ശക്തമായ ഒരു അഭിപ്രായത്തിനെതിരെയോ ഒരാൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വളരെ നല്ലൊരു ചോദ്യമാണത്. അത്ഭുതം എന്താണെന്നാൽ ഒരു കടുവയെ കാണുമ്പോഴുള്ള അതേ റിയാക്ഷൻ തന്നെയാണത്രേ തലച്ചോറിലെ അതേ ഭാഗത്ത് അപ്പോഴും സംഭവിക്കുന്നത്. പുതിയതും നിങ്ങളുടെ അഭിപ്രായത്തിനെതിരായതുമായ ഒരു ഐഡിയ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോർ അതിനെ ഒരു മരണഭയം പോലെയാണ് കാണുന്നത്. വിശ്വസിക്കാൻ കുറച്ചു ബുദ്ധിമുട്ടുണ്ടല്ലേ? ഏതായാലും നമ്മുടെ ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കുറച്ച് വ്യത്യസ്തമായൊരു ടോപ്പിക്കാണ്. ശരിയാണ്. എന്റെ മുന്നിലിപ്പോ കുറച്ച് നോട്ട്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഖുർആനിലെ സൂറ ഫുസിലത്ത്, അതായത് 41 അധ്യായം 44 വചനത്തിലെ ചില പരാമർശങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അന്വേഷിക്കുന്നത് പ്രധാനമായും ഒരൊറ്റ കാര്യമാണ്: ഈ പുരാതനമായ ആത്മീയ ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് മനുഷ്യർക്ക് ഒരു വഴികാട്ടിയും, എന്താ പറയാ, അതിലുപരി ഒരു സൗഖ്യവുമാകുന്നത്? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മതത്തിന്റെ കണ്ണിലൂടെയല്ല നമ്മളിന്ന് ഇത് നോക്കുന്നത്. അല്ല, മറിച്ച് മനുഷ്യന്റെ മനസ്സിനെ, പ്രത്യേകിച്ച് പുതിയ വിവരങ്ങൾ സ്വീകരിക്കാനുള്ള നമ്മുടെ ആ ഒരു മടിയെ ഈ ഗ്രന്ഥങ്ങൾ എങ്ങനെ സയന്റിഫിക്കായി വായിച്ചെടുത്തു എന്നതിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ആശയവിനിമയം എന്ന് പറയുന്നത് വെറുതെ ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു എന്നത് മാത്രമല്ലല്ലോ. ഒരിക്കലുമല്ല. അവിടെയാണ് ഈ ഉറവിടങ്ങളിലെ വിവരങ്ങൾ ഏറ്റവും കൗതുകമുണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ തലച്ചോറൊരു സ്പോഞ്ച് പോലെയാണെന്നാണ്. സ്പോഞ്ച്? അതെ, അതായത് ഇപ്പോൾ വെള്ളത്തിലിട്ടാൽ എല്ലാം വലിച്ചെടുക്കുന്ന ഒരു സ്പോഞ്ചില്ലേ, അതുപോലെ. ഒരാൾ സംസാരിക്കുന്നു, നമ്മൾ കേൾക്കുന്നു, ഇൻഫർമേഷൻ നേരെ തലച്ചോറിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ കരുതുന്നത്. പക്ഷേ ഈ പഴയ ഗ്രന്ഥങ്ങളും ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രവും ഒരുപോലെ പറയുന്നത് തലച്ചോറെന്ന് പറയുന്നത് ഒരു സ്പോഞ്ചല്ല, അതൊരു വലിയ കോട്ടയാണെന്നാണ്. കോട്ടയോ? അതായത് നമ്മളെല്ലാവരും പറയുന്നത് കേൾക്കാൻ തയ്യാറല്ല എന്നാണോ? അതെ, വലിയ മതിലുകളുള്ള, വളരെ ശക്തമായ വാതിലുകളുള്ള ഒരു കോട്ട. ഒരു മിനിറ്റ്, എനിക്കിതൊന്ന് മനസ്സിലാക്കാൻ സമയം തരൂ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഈ കോട്ടയ്ക്ക് പുറത്താണോ നിൽക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നിങ്ങളുടെ ഫാമിലി വാട്സാപ്പ് ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ കണ്ടിട്ടില്ലേ? ഓ, അത് ചോദിക്കണോ? ഇഷ്ടം പോലെ. അവിടെ ഇപ്പോ വളരെ കൃത്യമായ തെളിവുകളുള്ള സയന്റിഫിക്കായ ഒരു കാര്യം നിങ്ങളൊരു മെസ്സേജായി ഇടുന്നു എന്ന് വിചാരിക്കാം. അത് വായിക്കുന്ന മറ്റുള്ളവർ അവരുടെ നിലപാടുകൾക്കെതിരാണെങ്കിൽ ആ തെളിവ് സ്വീകരിക്കാറുണ്ടോ? ഇല്ലില്ല. അവര് വേറെ എന്തെങ്കിലും ന്യായം പറഞ്ഞ് അതിനെ അങ്ങ് പ്രതിരോധിക്കും. അതാണല്ലോ പതിവ്. കൃത്യമായി പറഞ്ഞാൽ അതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കടുവയുടെ ഉദാഹരണം. അമിഗ്ഡല എന്നാണ് ഭയത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ആ ഭാഗത്തിന്റെ പേര്. ഒരു പുതിയ ആശയം, പ്രത്യേകിച്ച് നമ്മൾ ഇക്കാലമത്രയും വിശ്വസിച്ചിരുന്നതിന് വിരുദ്ധമായൊരാശയം വരുമ്പോൾ തലച്ചോർ അതിനെ വിഴുങ്ങാൻ വരുന്നൊരു കടുവയെ പോലെ ഭീഷണിയായി കാണും. ആഹാ. ഉടനെ ആ കോട്ടയുടെ വാതിലുകൾ കൊട്ടിയടിക്കും. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, തികച്ചും സബ് കോൺഷ്യസ് ആയിട്ട് നടക്കുന്ന കാര്യമാണ്. ഇത് ശരിക്കും നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യമാണ്. ഒരു ഡിബേറ്റ് കാണുമ്പോൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി തർക്കിക്കുമ്പോൾ എത്ര വലിയ തെളിവ് തന്നാലും നമ്മളത് സമ്മതിച്ചു കൊടുക്കാറില്ല. അപ്പോൾ സൂറ ഫുസ്സിലത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അവിടെ വളരെ രസകരമായൊരു പ്രയോഗമുണ്ട്. പുതിയ സത്യങ്ങൾ കേൾക്കാൻ തയ്യാറല്ലാത്തവരെക്കുറിച്ച് അതിൽ പറയുന്നത് അവർക്ക് ചെവികളിൽ ബധിരതയും കണ്ണുകളിൽ മൂടിയും അനുഭവപ്പെടുന്നുവെന്നാണ്. ബധിരതയും മൂടിയും അല്ലേ? അതെ, ആരോ വളരെ അകലെ നിന്ന് വിളിക്കുന്നത് പോലെ മാത്രമേ അവർക്കത് ഫീൽ ചെയ്യൂ. അവർക്ക് ശാരീരികമായ കേൾവിശക്തി ഇല്ലാഞ്ഞിട്ടല്ല, തലച്ചോറ് ആ ഇൻഫർമേഷനെ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്യാണ്. സൈക്കോളജിയിൽ നമ്മളിതിനെ കോഗ്നിറ്റീവ് ഡിസോണൻസ് എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളൊരു ടെക്സ്റ്റ് മനുഷ്യന്റെ ഈ മെന്റൽ ബ്ലോക്കിനെ ഇത്ര കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതിൽ കുറച്ചുകൂടി വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അൽഗോരിതങ്ങള് നമ്മൾക്കിഷ്ടമുള്ളത് മാത്രം കാണിച്ചു തരുന്നു. തീർച്ചയായും, അതാ പ്രതിരോധം ഒന്നുകൂടി കൂട്ടുകയാണ് ചെയ്യുന്നത്. അതെ, നമ്മൾ വിശ്വസിക്കുന്നത് ശരിയാണെന്ന് വീണ്ടും വീണ്ടും നമ്മളെ വിശ്വസിപ്പിക്കുന്നു. അങ്ങനെ നമ്മൾ വേറൊരു ലോകത്തായി മാറുന്നു. പക്ഷെ ഇവിടെ എനിക്കൊരു വലിയ സംശയമുണ്ട്. പറയൂ.
അതായത് നമ്മുടെ തലച്ചോറ് പുതിയ കാര്യങ്ങളെ ഒരു ഭീഷണിയായി കാണുന്നു, വാതിൽ കൊട്ടിയടക്കുന്നു എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാൾ ഒരു പുതിയ ആശയം ഉൾക്കൊള്ളുന്നത്? ആരെങ്കിലും എപ്പോഴെങ്കിലും പുതിയ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുമോ? അവിടെയാണ് ഇപ്പോൾ നമ്മൾ ആ മാറ്റം സംഭവിക്കുന്ന ആളുകളുടെ, അതായത് ഈ ഉറവിടങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്ന് വിളിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്. അതായത് എല്ലാവരും ഈ വാതിൽ അടച്ചു വെക്കുകയല്ല എന്നാണോ? അതെ, എല്ലാവരും ഈ കോട്ടയുടെ വാതിൽ അടച്ചിരിക്കുകയല്ല. ചിലർക്ക് അവർ നിലവിൽ എന്താണ് വിശ്വസിക്കുന്നത് എന്നതിനേക്കാൾ വലുതായിരിക്കും യഥാർത്ഥ സത്യം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ആഗ്രഹം. ഓ, ഒരു തരം അന്വേഷണം. ശരിയാണ്. അവർക്ക് വിമർശനങ്ങൾ കേൾക്കാൻ ഒരു തുറന്ന മനസ്സുണ്ടാകും. തനിക്ക് തെറ്റുപറ്റിയേക്കാം, തന്റെ അറിവ് അപൂർണമായിരിക്കാം എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ട്. ആ ഒരു അക്സെപ്റ്റൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരുടെ തലച്ചോർ ആ പ്രതിരോധത്തെ, അഥവാ ഡിഫൻസ് മെക്കാനിസത്തെ ഡൗൺ ചെയ്യുന്നത്. മനസ്സിലായി. അതുകൊണ്ടാണ് ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു സന്ദേശം എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും ചിലർ കേൾക്കാത്തതും, എന്നാൽ മറ്റു ചിലർ വളരെ വേഗം അത് മനസ്സിലാക്കുന്നതും. അപ്പം നമ്മൾ സത്യം അന്വേഷിക്കുന്ന ആളാണെങ്കിൽ, ആ ഒരു തുറന്ന മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഈ കോട്ടവാതിൽ തുറക്കൂ എന്ന് വ്യക്തമായി. ഇനി നമുക്ക് നമ്മുടെ ചിന്തയെ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാം. ഈ വാതിൽ തുറന്ന് വിവരങ്ങൾ അകത്ത് കടന്നു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥങ്ങൾ അവർക്കൊരു സൗഖ്യം അഥവാ ഹീലിംഗ് നൽകും എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് അതാണ്. എന്താണ് ശരിക്കും ഈ സൗഖ്യം? ഇതൊന്ന് സിമ്പിളാക്കാൻ നമുക്ക് സ്റ്റേറ്റ് 1, സ്റ്റേറ്റ് 2 എന്നിങ്ങനെ 2 അവസ്ഥകളെക്കുറിച്ച് പറയാം. ഇത് കേൾക്കുന്ന നിങ്ങൾക്കിപ്പോൾ നല്ല കടുത്ത തലവേദനയുണ്ട് എന്ന് വിചാരിക്കുക. അതാണ് നിങ്ങളുടെ സ്റ്റേറ്റ് 1. തലവേദനയുള്ള അവസ്ഥ. അതെ. എന്നിട്ട് നിങ്ങളൊരു പാരസെറ്റമോൾ ഗുളിക കഴിക്കുന്നു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ തലവേദന മാറുന്നു. നിങ്ങൾ റിലാക്സ്ഡ് ആകുന്നു. അതാണ് സ്റ്റേറ്റ് 2. ഇതൊരു ഫിസിക്കൽ ഹീലിംഗ് ആണ്. അതെ, അത് വ്യക്തമാണ്. ശാരീരികമായ മാറ്റമാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം പെട്ടെന്നറിയാൻ സാധിക്കും. ഒരു മിനിറ്റ്. ഇവിടെ എനിക്കൊരു തടസ്സം പറയേണ്ടി വരും. ഈ ഉദാഹരണത്തിൽ വലിയൊരു കുഴപ്പമുള്ളതായി എനിക്ക് തോന്നുന്നു. എന്താണ് ആ കുഴപ്പം? പാരസെറ്റാമോള് ഞാൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്റെ പനിയോ തലവേദനയോ മാറ്റും. ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് ആ ഗുളിക തന്നാലും എന്റെ പനി മാറും. കാരണം അതിലൊരു കെമിക്കലുണ്ട്, അതെന്റെ ശരീരത്തിൽ വർക്ക് ചെയ്യും. ശരിയാണ്. അതിനെന്റെ വിശ്വാസം ആവശ്യമില്ലല്ലോ. പക്ഷേ ഈ ഉറവിടങ്ങളിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഖുർആൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് സൗഖ്യം കൊടുക്കുന്നത് എന്ന്. ഇതൊരു വലിയ പൊരുത്തക്കേടല്ലേ? ഒരു മാജിക് മരുന്നാണെങ്കിൽ അത് വായിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടേണ്ടതല്ലേ? ഭയങ്കര നല്ലൊരു പോയിന്റാണത്. ആ ഒരു ചോദ്യമാണ് ശരിക്കും ഈ ടോപ്പിക്കിന്റെ ഏറ്റവും കോറായ കാര്യമെന്ന് പറയാം. അപ്പോൾ ഇതിനൊരു മറുപടി ഉണ്ടല്ലേ? തീർച്ചയായും. ഈ പറയുന്ന ആത്മീയ ഗ്രന്ഥങ്ങൾ പാരസെറ്റാമോൾ പോലെയുള്ള ഒരു മാജിക് മരുന്നല്ല എന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പാരസെറ്റാമോളിന് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ആത്മീയ സൗഖ്യമെന്നത് അതല്ല. പിന്നെ എന്താണത്? നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമൊന്ന് നോക്കൂ. ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. പുറമേ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ജോലിയുണ്ട്, നല്ലൊരു ഫാമിലിയുണ്ട്, പുതിയ കാറുണ്ട്, സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതെ, നമ്മൾ സക്സസ്ഫുൾ ആണെന്ന് മറ്റുള്ളവർ വിചാരിക്കും. കൃത്യമായി. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കരമായൊരു സങ്കടമോ അല്ലെങ്കിൽ വല്ലാത്തൊരു ഏകാന്തതയോ നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടാകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം നെഞ്ചിലിരിക്കുന്ന പോലെ. സത്യമാണ്. എന്തിനാണ് ഞാൻ ഈ ഓടുന്നത്? എന്താണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ് എന്നൊരു വലിയ ചോദ്യം നമ്മളെ അലട്ടും. ഈ ഒരു ഡിപ്രസിംഗ് ആയ ഭാരമുള്ള ഫീലിംഗ് മാറുന്നതിനെയാണ് യഥാർത്ഥ സൗഖ്യം എന്ന് പറയുന്നത്. അതെ, ആ ഒരു ശൂന്യത നമ്മളിൽ പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മോഡേൺ ലൈഫിലെ ഏറ്റവും വലിയ അസുഖവും ആ ഒരു ശൂന്യതയാണല്ലോ. നമ്മളെല്ലാം നേടിയാലും എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്ന് തോന്നൽ. വളരെ ശരിയാണ്. അവിടെയാണ് പാരസെറ്റാമോളും ആത്മീയ ഗ്രന്ഥവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഈ ഗ്രന്ഥം ഒരു മരുന്നായിട്ടല്ല പ്രവർത്തിക്കുന്നത്, അതൊരു കണ്ണാടി പോലെയാണ് വർക്ക് ചെയ്യുന്നത്. കണ്ണാടിയോ? അതായത് നമ്മളെ തന്നെ കാണിക്കുന്ന ഒന്നാണോ? അതെ. നിങ്ങൾ ആ ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങളുടെ ബാഹ്യരൂപമല്ല കാണിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ മുഖം, നിങ്ങളുടെ ഉള്ളിലെ ഇൻസെക്യൂരിറ്റീസ്, നിങ്ങൾ കാണിക്കുന്ന സ്വാർത്ഥത ഒക്കെ അത് വളരെ കൃത്യമായി കാണിച്ചു തരുന്നു. ഓ, അപ്പോ അതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അല്ല. തനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയുകയും അത് മാറ്റാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാൾ ആ കണ്ണാടി നോക്കുമ്പോൾ മാത്രമാണ് ഈ ഹീലിംഗ് സംഭവിക്കുന്നത്. അല്ലാതെ വെറുതെ കുറച്ച് വരികൾ പാട്ടുപോലെ കേട്ടാൽ മാത്രം മാറുന്ന ഒന്നല്ല ഈ ഭാരം. അതുകൊണ്ടാണല്ലേ വിശ്വസിക്കുന്നവർക്ക് മാത്രം ഇത് ഫലപ്രദമാകുന്നത്? അതെ. അവർക്ക് സ്വന്തം ഈഗോ മാറ്റിവെച്ച് ആ കണ്ണാടിയിലേക്ക് നോക്കാനും അവരുടെ കുറവുകൾ അംഗീകരിക്കാനും കഴിയുന്നു.
ഓക്കേ. അപ്പം സ്വന്തം ഈഗോ മാറ്റിവെക്കാൻ തയ്യാറാകണം. എനിക്ക് ഈ കൺസെപ്റ്റ് വളരെ ക്ലിയറായി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതിന്റെ മെക്കാനിസം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽഡായി നോക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും നോക്കാം. നമ്മുടെ സോഴ്സുകളിൽ കൊടുത്തിട്ടുള്ള ആ റോബോട്ടിന്റെ ഉദാഹരണമുണ്ടല്ലോ, അതൊരു കിടിലൻ പോയിന്റാണ്. നമ്മൾ ഇതുവരെ ഇത് വായിക്കുന്ന മനുഷ്യന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ കണ്ടത്. സൃഷ്ടാവിന്റെ, അതായത് ഗോഡ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ എങ്ങനെയിരിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതെ, ആ റോബോട്ടിന്റെ ഉദാഹരണം ഇതിനെ വളരെ മനോഹരമായി കണക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡായ റോബോട്ടിനെ ഉണ്ടാക്കുന്ന ആളോ ആണെന്നില്ലായിരിക്കുക. ഞാൻ വിചാരിച്ചു. ആ റോബോട്ടിന് വെറുതെ പ്രോഗ്രാം ചെയ്ത കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല, സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഫ്രീ വിൽ അഥവാ സ്വതന്ത്രമായ ഇച്ഛാശക്തി നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാ നിമിഷവും ഒരു റിമോട്ട് കൺട്രോൾ വെച്ച് അതിനെ മൈക്രോ മാനേജ് ചെയ്യുന്നില്ല. അതായത് വലത്തോട്ട് പോ, ഇടത്തോട്ട് പോ എന്ന് ഞാൻ എപ്പോഴും പറയുന്നില്ല. അത് സ്വന്തമായി ചിന്തിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം. അതെ അതെ, പക്ഷെ അത് പൂർണ്ണമായും വഴിതെറ്റി പോകാതിരിക്കാൻ നിങ്ങളതിനൊരു മോറൽ കോമ്പസ് കൊടുക്കുന്നുണ്ട്. ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള അല്ലെങ്കിൽ നന്മ ചെയ്യാനുള്ള ഒരു ഇന്നർ വോയിസ്. അതിനെയാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഫിത്ര എന്ന് വിളിക്കുന്നത്. ഫിത്ര? അതെ. ചുരുക്കി പറഞ്ഞാൽ നന്മ ചെയ്യാനുള്ള അല്ലെങ്കിൽ സത്യം തിരിച്ചറിയാനുള്ള മനുഷ്യന്റെ ജന്മവാസന. അതൊരു ഡീഫോൾട്ട് സെറ്റിംഗ് ആണ്. ആ റോബോട്ടിനുള്ളിൽ എപ്പോഴും അതുണ്ടാവും. ഫിത്ര എഞ്ചിൻ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് കുറച്ചു കഴിയുമ്പോൾ ഈ റോബോട്ട് ഈ ഡീഫോൾട്ട് സെറ്റിംഗിൽ നിന്നൊക്കെ മാറി വളരെ തോന്നിയാസം കാണിക്കുന്നതാണ്. ശരിയാണ്. അതിപ്പോ നമ്മൾ മനുഷ്യരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയല്ലേ? സൊസൈറ്റിയുടെ പ്രഷർ, നമ്മുടെ ആഗ്രഹങ്ങൾ, പണത്തിനോടുള്ള ആർത്തി, മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള വാശി, ഇതൊക്കെ കാരണം നമ്മുടെ ഉള്ളിലെ ആ ഇന്നർ വോയിസ് നമ്മൾ കേൾക്കാതാകുന്നു. നമ്മൾ ആ ഡീഫോൾട്ട് സെറ്റിംഗ് മറന്നുപോകുന്നു. കൃത്യമായി ചറിഞ്ഞു കേട്ടോ. ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ അസുഖം ബാധിച്ച അവസ്ഥ എന്ന് വിളിക്കുന്നത്. നമുക്കിതിനെ സ്റ്റേറ്റ് സീറോ എന്ന് വിളിക്കാം. സ്റ്റേറ്റ് സീറോ? അതെ. പുറമേന്ന് നോക്കുമ്പോൾ ഈ റോബോട്ട് വർക്കിംഗ് ആണ്. അത് നടക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതുണ്ടാക്കിയ ഉദ്ദേശത്തിൽ നിന്നൊക്കെ മാറി വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണത് പ്രവർത്തിക്കുന്നത്. സ്വന്തമായിട്ടൊരു സമാധാനവുമില്ല, മറ്റുള്ളവർക്കൊരു ഉപകാരവുമില്ല. ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണത്. ഈ സമയത്താണ് നിർമ്മാതാവ് അതിനൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുക്കുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, നീ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് കൃത്യമായി പറയുന്ന ഒരു പുസ്തകം. അവിടെയാണ് ഈ ഗ്രന്ഥങ്ങൾ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഗൈഡ് ആകുന്നത്, അല്ലേ? പക്ഷെ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫ്രീ വിൽ അഥവാ സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ കാര്യം വീണ്ടും വരികയാണ്. അതെങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ? അതായത് ഇപ്പോ മാനുവൽ കയ്യിൽ കിട്ടിയതുകൊണ്ട് മാത്രം റോബോട്ട് നന്നാകില്ലല്ലോ. ഞാൻ ആ മാനുവൽ തുറന്നു വായിക്കണം, അതിൽ പറയുന്നത് എന്റെ സ്രഷ്ടാവ് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കണം, എന്നിട്ട് അതിലെ കാര്യങ്ങൾ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അനുസരിക്കാൻ ഞാൻ തയ്യാറാകണം. അപ്പോഴാണ് ഞാൻ വഴിമാറി നടക്കാൻ തുടങ്ങുന്നത്. വെറുതെ ഗൂഗിൾ മാപ്പ് നോക്കി നിന്നാൽ നമ്മൾ ഒരിക്കലും ഡെസ്റ്റിനേഷനിൽ എത്തില്ലല്ലോ. വളരെ കൃത്യമായ ഉദാഹരണം. ഗൂഗിൾ മാപ്പ് വഴികാട്ടിയാണ്, പക്ഷേ വണ്ടി നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്യണം. ആ മാനുവൽ വായിച്ച് അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോൾ റോബോട്ട് ആ പഴയ ഡിഫോൾട്ട് അവസ്ഥയിലേക്ക്, അതിന്റെ ഒറിജിനൽ പർപ്പസിലേക്ക് തിരിച്ചെത്തുന്നു. അപ്പോൾ അതൊരു തിരിച്ചുപോക്കാണ്. അതെ. ഈ ഒരു പ്രോസസ്സിനെയാണ്, ഈ കിട്ടുന്ന സമാധാനത്തെയാണ് ഈ ഗ്രന്ഥങ്ങള് സൗഖ്യം അഥവാ ഹീലിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് പറയുമ്പോഴാണ് എനിക്കൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തത്. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. എന്താണത്? അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ മാനുവൽ ശരിക്കും എന്ത് മാറ്റമാണ് എന്നിൽ ഉണ്ടാക്കുന്നത്? നമ്മുടെ ഈ ഉറവിടങ്ങളിലെ ചിത്രത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് വളരെ ഗഹനമായൊരു ചിന്തയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സൗഖ്യമെന്ന് പറയുന്നത് ഒരു മാനുവൽ വെളിയിൽ നിന്നും വന്ന് എന്നെ സ്പർശിക്കുന്ന ഒന്നല്ല. പകരം ആ മാനുവലിൽ ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നതെന്ന്. അതൊരു ഭയങ്കര തോട്ടാണല്ലോ, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയുക എന്നത്. അതെ, ആ പോയിന്റ് നിങ്ങളൊന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കണം. നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഒരു പുതിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെയല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് പുതിയതായി ഒന്നും വരുന്നില്ല എന്നാണോ? അതെ. ഈ മാനുവൽ പുതിയതായി യാതൊരു ഇൻഫർമേഷനും നിങ്ങളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ ഇല്ലാത്ത എന്തോ ഒന്നായി മാറുന്നുമില്ല. മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ ജനനം തൊട്ടേ ഉണ്ടായിരുന്ന, എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇനാക്റ്റീവായി കിടന്നിരുന്ന, അല്ലെങ്കിൽ മാലിന്യം പിടിച്ച് കിടന്നിരുന്ന ആ ഫിത്രയെ അത് പുനഃസ്ഥാപിക്കുകയാണ് അഥവാ റീസ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓ, റീസ്റ്റോർ ചെയ്യുക. നിങ്ങൾ ആ മാനുവൽ വായിക്കുമ്പോൾ, ഹേയ്, ഇത് ഞാൻ തന്നെയാണല്ലോ, ഞാൻ ഇങ്ങനെ ആകാനാണല്ലോ സൃഷ്ടിക്കപ്പെട്ടത്
ഇതാണ് എൻ്റെ യഥാർത്ഥ പ്രകൃതം എന്നൊരു ഫീലിംഗ് വരുന്നു. വാവ്! അതായത് എനിക്ക് പുറത്തുനിന്നും പുതിയതായി ഒന്നും ആവശ്യമില്ല. എന്റെ പ്രശ്നം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടതാണ്. ഞാൻ ആ മാനുവലിൽ എന്റെ സ്വന്തം രൂപം കാണുകയാണ്, ശരിക്കും ഒരു കണ്ണാടിയിൽ നോക്കുന്നത് പോലെ. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ വെറുമൊരു ഗ്രന്ഥം വായിക്കുകയല്ല, ആ ഗ്രന്ഥം നിങ്ങളെ വായിക്കുകയാണ്. നിങ്ങളുടെ ഓരോ ചിന്തകളെയും അത് ചോദ്യം ചെയ്യുന്നു. അവിടെയാണ് ശരിക്കും മാറ്റം സംഭവിക്കുന്നത്. അതെ, അവിടെയാണ് യഥാർത്ഥ ഹീലിംഗ് നടക്കുന്നത്. ഉള്ളിലെ മാലിന്യങ്ങൾ മാറി ആ പഴയ പ്രകൃതത്തിലേക്ക്, വളരെ ക്ലിയറായൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ മടങ്ങുന്നു. അതാണ് യഥാർത്ഥത്തിൽ സമാധാനം കൊണ്ടുവരുന്നത്. ഇതൊരു വലിയ ഇൻസൈറ്റ് തന്നെയാണ്. നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ഓർത്തു നോക്കൂ. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളെ ഒരു കടുവയെപ്പോലെ കണ്ട് തലച്ചോറ് കോട്ടവാതിലടക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം സംസാരിച്ചു. അതെ, ആ അമിഗ്ഡലയുടെ പ്രതികരണം. അവിടെ നിന്ന് പാരസെറ്റമോളിന്റെ ഉദാഹരണത്തിലൂടെ ഫിസിക്കൽ ഹീലിംഗും സ്പിരിച്വൽ ഹീലിംഗും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ചർച്ച ചെയ്തു. പിന്നീട് വഴിതെറ്റിയ ഒരു റോബോട്ട് ഇൻസ്ട്രക്ഷൻ മാനുവലിലൂടെ പുതിയതായി ഒന്നും പഠിക്കുകയല്ല, മറിച്ച് തന്റെ പഴയ ഫിത്രയിലേക്ക് തിരിച്ചുപോയി സ്വയം തിരിച്ചറിയുകയാണ് എന്ന് മനസ്സിലാക്കി. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ എന്റെ ലൈഫിൽ എന്തിനാണ് അറിഞ്ഞിരിക്കുന്നത് എന്ന്. അതെ, അതൊരു പ്രധാന ചോദ്യമാണ്. വളരെ സിമ്പിളാണ് കാര്യം. നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു ശൂന്യത ഫീൽ ചെയ്യുമ്പോൾ, എനിക്കെന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവാതെ ഇരുട്ടിൽ തപ്പുമ്പോൾ, എന്തൊക്കെയോ നേടിയാലും ഒരു തൃപ്തി വരാത്ത സമയത്ത് നിങ്ങൾ പല പുതിയ കാര്യങ്ങളും പരീക്ഷിക്കാൻ നോക്കും. അതെ, പുതിയ ട്രെൻഡുകൾ, പുതിയ ലൈഫ് സ്റ്റൈൽ, പുതിയ ആപ്പുകൾ, ചിലപ്പോൾ പുതിയ ഫിലോസഫികളൊക്കെ നമ്മൾ പരീക്ഷിക്കും. ശരിയാണ്. പക്ഷേ ഒരുപക്ഷേ നിങ്ങൾക്ക് പുറത്തുനിന്ന് പുതിയതായി ഒന്നും ആവശ്യമില്ലായിരിക്കാം. നിങ്ങളുടെ ആ പഴയ, വളരെ ശുദ്ധമായ ഒറിജിനൽ സെൽഫിലേക്ക്, നിങ്ങളുടെ ഉള്ളിലെ ആ യഥാർത്ഥ ഫിത്രയിലേക്ക് തിരിച്ചു പോകുക എന്നത് മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാണ്. അതെ, നമുക്ക് നഷ്ടപ്പെട്ട നമ്മളെ തന്നെ തിരിച്ചുപിടിക്കുക. ഈ ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഈ കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാനൊരു ചോദ്യം വെക്കുകയാണ്. നമ്മൾ ഈ സംസാരിച്ചതൊന്നും നമ്മുടെ സോഴ്സ് മെറ്റീരിയലുകളിൽ നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഇതുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. വെറുതെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ടു പോകാൻ, നമ്മുടെ ഇപ്പോഴുള്ള ആ ഒരു കംഫോർട്ട് സോൺ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ തലച്ചോറിലെ ആ കോട്ടവാതിലുകൾ നമ്മൾ ഭദ്രമായി അടച്ചുവെച്ചിരിക്കുകയാണെന്നോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും മാറ്റിമറിക്കാൻ സാധ്യതയുള്ള, നിങ്ങളുടെ ആ വലിയ സങ്കടങ്ങളെയും ശൂന്യതയും മാറ്റാൻ സാധ്യതയുള്ള യഥാർത്ഥ സത്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഏതൊക്കെ ഇൻസ്ട്രക്ഷൻ മാനുവലുകളായിരിക്കാം നിങ്ങൾ ഇന്ന് ഒരു ഭീഷണിയായി കണ്ട് കോട്ടയ്ക്ക് പുറത്തു നിർത്തിയിരിക്കുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. നിങ്ങളുടെ ആ തലച്ചോറിലെ മതിലൊന്ന് പൊളിച്ച് വാതിലുകളൊന്ന് തുറന്നിട്ടാൽ ഒരുപക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്ന ആ യഥാർത്ഥ സൗഖ്യം നിങ്ങൾക്ക് കിട്ടിയെങ്കിലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ വിശകലനം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.